ഹലോ ഗായ്സ്, വെൽക്കം ടു സുധി മാള് വ്ളോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ കൃഷ്ണയാണ് കേട്ടോ. ദിയ കൃഷ്ണയുടെ O/OC എന്ന ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും 63 ലക്ഷം രൂപ കടത്തിക്കൊണ്ട് പോയ പെൺപുലികളെ പറ്റിയിട്ടാണ്. ഇവർ ഈ പൈസ കടത്തിക്കൊണ്ട് പോയിട്ട് കുറച്ച് മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇവർ പറഞ്ഞെന്താണെന്നറിയാം, എന്നെ കൃഷ്ണകുമാർ മോശമായിട്ട് പെരുമാറി, എന്നെ ദിയ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ്. അപ്പം ഇവരിന്ന് ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഇന്നാണ് കോടതി ഇതിനൊരു തീരുമാനം എടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഷിജോ, ഈ ദിയയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഈ ഒരു കൃഷ്ണകുമാർക്കെതിരെയും ദിയക്കെതിരെയും വലിയ ആരോപണങ്ങളായിരുന്നു ജീവനക്കാർ ഉന്നയിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ദിയയും കൃഷ്ണകുമാറും രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ ജീവനക്കാരികളുടെ ജാമ്യ ഹർജിയെ എതിർത്ത് ക്രൈംബ്രാഞ്ച് രംഗത്തെത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അക്ഷയ, ഇതിനകത്ത് ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ പൈസ എടുത്തു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാറും ദിയയൊക്കെ രംഗത്ത് വന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് പിടിച്ചു നിന്നായിരുന്നു കേട്ടോ, മീഡിയയുടെയൊക്കെ മുന്നിലെ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അഭിനയമായിരുന്നു. അവരങ്ങ് അഭിനയിച്ച് ഇവർ ക്യാഷ് എടുത്തിട്ടുണ്ടെന്നുള്ള തെളിവ് വന്നണക്കെ ഇവർ മഷിയിട്ട് നോക്കിയിട്ട് പിന്നെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അന്വേഷണവുമായിട്ട് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരായിരുന്ന 3 പേരും, വിനീത, ദിവ്യ, രാധാകുമാരി, ഈ 3 പേരും അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് സാമ്പത്തിക തിരിമറി, സാമ്പത്തിക ക്രമക്കേട് ഈ 3 വനിതാ ജീവനക്കാരും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് കൃത്യമായിട്ടുള്ള തെളിവ് ലഭിച്ചുവെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇവർ സാമ്പത്തിക തിരിമറി നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ 3 ജീവനക്കാരും നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവർ 3 പേരും പ്രധാനമായിട്ടും 2 കാര്യത്തിലാണ് ഇപ്പം അലിഗേഷൻസ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പെൺപുലികളും ഇതുവരെയും പിടിക്കപ്പെട്ടിട്ടില്ല. അതായത് കേസിനകത്തിൽ ആദ്യം കാണിച്ച ഉന്മേഷമൊന്നും ഇപ്പം ഇല്ല. അതല്ലേലും അങ്ങനെയാണല്ലേ, നമ്മൾ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. ആദ്യമേ ഭയങ്കര ത്വരയാണ് ഈ കേസിൻ്റെ അകത്ത്. കുറേ മീഡിയാസ് കുറേ പുറകിന് പോകും, ഇങ്ങനെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കിയും കുറേ മീഡിയാസിൻ്റെ പുറകിന് നടക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഒരു രീതിയിലുള്ള അപ്ഡേഷനും കിട്ടുന്നില്ല. അതായത് ഇപ്പം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള 2 അലിഗേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പെൺപുലികളിലും ഇതുവരെ സഹകരിച്ചിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമുള്ള ഉന്മേഷമൊന്നും ഒരു കേസിലും പിന്നീട് കാണത്തില്ല. ഇതും അതുപോലെ തന്നെയായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ന്യൂസായിരുന്നു, ഇപ്പം പിന്നെ അതൊന്നും കാണാൻ പോലുമില്ല. ഇവർക്ക് കക്കാൻ അറിയെങ്കിൽ നിൽക്കാനും പഠിക്കണമെന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇവർക്ക് നല്ലതുപോലെ അറിയാം. കാര്യം മീഡിയാസിൻ്റെയൊക്കെ മുന്നിൽ വന്ന് എന്ത് പ്രഹസനമായിരുന്നു ഇവർ കിടന്ന് കാണിച്ചത്. ഇപ്പം ഇവരൊന്നും കാണാൻ പോലും ഇല്ല. ഇവരൊക്കെ എവിടെ പോയി ഒളിച്ചിരിക്കുന്നതെന്നാ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഇനി കോടതിയിൽ നിന്നുള്ള റിപ്പോർട്ട് വരുന്ന സമയത്ത് ഇവർക്ക് ജാമ്യം കിട്ടരുത്. കാരണം ഇവർ ഇപ്പം കള്ളത്തരം കാണിച്ച് ഇത്രയൊക്കെ നിന്ന് ഇവിടുന്ന് സ്ഥലം വരെ വിട്ടു. ഇവരെ കണ്ടെത്താൻ പോലും പോലീസിനായിട്ടില്ല. ആ സ്ഥിതിക്ക് ഇവർ ഇറങ്ങിയിട്ട് പല കള്ളങ്ങളും ഇനി കാണിക്കത്തില്ലെന്നെന്താ ഉറപ്പ്? അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം കിട്ടരുതെന്നാണ് എൻ്റെ അഭിപ്രായം. 3 പേരും, വിനീത, ദിവ്യ, രാധാകുമാരി, ഈ 3 പേരും അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് സാമ്പത്തിക തിരിമറി, സാമ്പത്തിക ക്രമക്കേട് ഈ 3 വനിതാ ജീവനക്കാരും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് കൃത്യമായിട്ടുള്ള തെളിവ് ലഭിച്ചുവെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇവർ സാമ്പത്തിക തിരിമറി നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ 3 ജീവനക്കാരും നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവർ 3 പേരും സാമ്പത്തിക ക്രമക്കേടിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള തെളിവ് ലഭിച്ചു എന്ന കാര്യവും കോടതിയിൽ ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ ഈ 3 പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും. അപ്പം ഇവിടം വരെയൊക്കെയാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എനിക്ക് പറയാനുള്ള ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ നിയമപരമായിട്ടാണ് നമുക്കൊരു പ്രശ്നമുണ്ടായാൽ പോകുന്നത്. അവരെ കൊണ്ട് ഇതുവരെ അവരെ കണ്ടുപിടിക്കാനോ അല്ല അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഈ നിയമത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല.
കാര്യം ഇത്രയും വലിയൊരു തട്ടിപ്പാണ് അവർ കാണിച്ചേക്കുന്നത്. 63 ലക്ഷം രൂപ എന്ന് പറയുമ്പം ആ ദിയാകൃഷ്ണയുടെ എത്ര നാളത്തെ കഷ്ടപ്പാടാണ്. ഈ ദിയാകൃഷ്ണ എന്ന് പറയുന്ന കൊച്ച് അത്രയും സ്ട്രോങ് ആയിട്ട് കേസ് കൊടുത്ത് ഇതേ രീതിയിൽ എത്തിച്ചിട്ട് പോലീസിന്, നമ്മുടെ നിയമത്തിന് അവരെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ കഷ്ടമാണല്ലേ. തെറ്റ് ചെയ്തിട്ട് ജാമ്യം വേണമെന്നും പറഞ്ഞ് എല്ലാവരും അങ്ങ് പോയാൽ മതിയല്ലോ. എന്തിനാണ് പിന്നെ നിയമം? നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ വർഷം കഴിയുമ്പോഴേ കേസൊക്കെ കുത്തിപ്പൊങ്ങിയൊക്കെ വരുന്നത്. അപ്പോൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 കള്ളികളെ പിടിക്കാൻ പറ്റട്ടെ, അവർക്ക് ജാമ്യം കിട്ടാതാവട്ടെ അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.